പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒടുവിൽ സമ്മതിച്ചു. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി. 2025 മെയ് 9 പുലർച്ചെ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആദ്യമായി സമ്മതിച്ചത്. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ പുലർച്ചെ 2:30 ഷെരീഫിനെ നേരിട്ട് വിളിച്ച് ആക്രമണത്തെക്കുറിച്ച് അറിയിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി. ഒരു പാക് പ്രധാനമന്ത്രി ഇത്തരമൊരു ആക്രമണം സ്ഥിരീകരിക്കുന്നത് ഇതാദ്യമായാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരായ ഇന്ത്യയുടെ കൃത്യവും ശക്തവുമായ നടപടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഷെരീഫ് പറഞ്ഞത് ഇങ്ങനെയാണ്: പുലർച്ചെ സൈനിക മേധാവി എന്നെ വിളിച്ച് നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി അറിയിക്കുകയായിരുന്നു. നമ്മുടെ വ്യോമത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നത് വളരെ ആശങ്കാജനകമായ നിമിഷമായിരുന്നു. ബാലിസ്റ്റിക് മിസൈലുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത്. നേരത്തെ മെയ് 10 പാക് അധികൃതർ തങ്ങളുടെ വ്യോമത്താവളങ്ങളെ ഇന്ത്യ ലക്ഷ്യമിടുന്നതായി സൂചന നൽകിയിരുന്നു. പുറത്തുവന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഇന്ത്യൻ ആക്രമണത്തിൽ പാക് വ്യോമത്താവളങ്ങൾക്ക് കാര്യമായ നാശനഷ്ടം സംഭവിച്ചതായി വ്യക്തമായിരുന്നു. ഇന്ത്യ നടത്തിയ ഈ ആക്രമണം ഒരു തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്. ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള വ്യോമത്താവളങ്ങളുടെ ദൃശ്യങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടിരുന്നു. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ സൈനിക വൃത്തങ്ങളിൽ പ്രതിധ്വനിച്ചു. ഇന്ത്യൻ സായുധ സേനയുടെ സമാനതകളില്ലാത്ത കൃത്യതയും സൈനിക ചാതുര്യവുമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായത്. ഈ സൈനിക നടപടിയുടെ വ്യാപ്തി പാകിസ്ഥാൻ നേതൃത്വത്തെ പോലും അത്ഭുതപ്പെടുത്തിയെന്നതിന് തെളിവാണ് കുറച്ച് വൈകിയാണെങ്കിലും പാക് പ്രധാനമന്ത്രി നടത്തിയ ഇപ്പോഴത്തെ സ്ഥിരീകരണം. നൂർഖാൻ വ്യോമത്താവളം പാകിസ്ഥാന്റെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളിലൊന്നാണ്. ഈ വ്യോമത്താവളം ഭീകര സംഘടനകൾക്ക് പരോക്ഷമായി പിന്തുണ നൽകുന്നുണ്ടെന്നും ഇവിടെ നിന്ന് ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾക്ക് ആസൂത്രണം നടക്കുന്നുണ്ടെന്നും ഇന്ത്യൻ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ 2025 മെയ് 9 പുലർച്ചെ 2 മണിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ആരംഭിച്ചു. ഇന്ത്യൻ വ്യോമസേനയും പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും ചേർന്ന് വികസിപ്പിച്ച അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഈ ആക്രമണത്തിന് ഉപയോഗിച്ചു. ഇന്ത്യൻ ഉപഗ്രഹങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് നൂർഖാൻ വ്യോമത്താവളത്തിലെ ഭീകര കേന്ദ്രങ്ങളും സൈനിക സൗകര്യങ്ങളും കൃത്യമായി തിരിച്ചറിഞ്ഞു. അത്യാധുനിക ബ്രഹ്മോസ് മിസൈലുകളും നിശാന്ത് ഡ്രോണുകളും ഉപയോഗിച്ച് കൃത്യമായ ആക്രമണം നടത്തി. ബ്രഹ്മോസ് മിസൈൽ 2.8 മാക് വേഗതയിൽ ലക്ഷ്യത്തെ കൃത്യമായി ആക്രമിക്കാൻ ശേഷിയുള്ളതാണ്. റിയൽ ടൈം ദൃശ്യങ്ങൾ ശേഖരിക്കാനും ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകാനും ഇന്ത്യ നിശാന്ത് ഡ്രോണുകൾ ഉപയോഗിച്ചു. ആക്രമണത്തിൽ 100-ലധികം ഭീകരവാദികൾ കൊല്ലപ്പെടുകയും വ്യോമത്താവളത്തിൻ്റെ പ്രധാന റൺവേ, ഹാങ്കറുകൾ, ആയുധശേഖരം എന്നിവ തകർക്കപ്പെടുകയും ചെയ്തു. പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താൻ ഇന്ത്യ ഇലക്ട്രോണിക് ജാമിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു. ആക്രമണത്തിന് മുമ്പും ശേഷവുമുള്ള വ്യോമത്താവളത്തിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടിരുന്നു. ഈ ചിത്രങ്ങൾ വ്യോമത്താവളത്തിന് ഗുരുതരമായ നാശനഷ്ടം സംഭവിച്ചതായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമാബാദിനടുത്ത് റാവൽപിണ്ടിയിലെ ചക്ലാലയിലാണ് നൂർഖാൻ വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് ഇത്. PAFൻ്റെ ലോജിസ്റ്റിക്കൽ, ഗതാഗത, സ്ട്രാറ്റജിക് എയർലിഫ്റ്റ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും പാകിസ്ഥാനിലെ ഉന്നത നേതൃത്വത്തിൻ്റെ വ്യോമയാത്രയ്ക്ക് ഉത്തരവാദിത്തം വഹിക്കുന്ന VIP വിമാനവ്യൂഹത്തിന് നിയന്ത്രണം നൽകുന്ന കേന്ദ്രം കൂടിയാണ് നൂർഖാൻ വ്യോമത്താവളം. പാകിസ്ഥാൻ പിന്തുണയോടെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ആരംഭിച്ച ഓപ്പറേഷനിൽ നൂർഖാൻ വ്യോമത്താവളം ഉൾപ്പെടെയുള്ള പ്രധാന പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നിർണായക വ്യോമാക്രമണം നടത്തി. മുമ്പ് PAF ചക്ലാല എന്നറിയപ്പെട്ടിരുന്ന ഈ താവളത്തിൽ സാബ് ഏരിയ, അതായത് വ്യോമസേനയുടെ മുൻകൂർ സംവിധാനങ്ങൾ, C-130 ഗതാഗത വിമാനങ്ങൾ, IL-78 ആകാശ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകൾ തുടങ്ങി പാകിസ്ഥാന്റെ നിർണായക സംവിധാനങ്ങൾ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ ആക്രമണത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സാണ് ഈ വ്യോമത്താവളം ആദ്യം വികസിപ്പിച്ചത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇത് സജീവ പങ്കുവഹിച്ചു. സഖ്യകക്ഷി സൈനികർക്കായി ഇവിടെ പാരച്യൂട്ട് പരിശീലന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പിന്നീടുള്ള ദശകങ്ങളിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രധാന ഗതാഗത ലോജിസ്റ്റിക് കേന്ദ്രങ്ങളിലൊന്നായി ഈ ബേസ് മാറുകയായിരുന്നു. പുതിയ ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥാപിക്കുന്നതിന് മുമ്പ് വരെ ബേനസീർ ഭൂട്ടോ അന്താരാഷ്ട്ര വിമാനത്താവളവും ഈ സ്ഥലത്താണ് പ്രവർത്തിച്ചിരുന്നത്. ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ തുടർച്ചയായ 3 ദിവസങ്ങളിൽ ഇന്ത്യയിലെ നഗരങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് പ്രത്യാക്രമണ ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇന്ത്യയുടെ അത്യാധുനിക S-400 പ്രതിരോധ സംവിധാനവും വ്യോമസേനയുടെ കൃത്യമായ ഇടപെടലും ഈ ശ്രമങ്ങളെയെല്ലാം പരാജയപ്പെടുത്തി. ഈ തിരിച്ചടിയുടെ ഭാഗമായി റൺവേകൾ, റഡാർ സൈറ്റുകൾ, വിമാന ഹാങ്കറുകൾ, കമാൻഡ് സെന്ററുകൾ എന്നിവ ലക്ഷ്യമിട്ട് ഇന്ത്യൻ വ്യോമസേന 11 പാകിസ്ഥാൻ വ്യോമസേനാ താവളങ്ങൾക്ക് കനത്ത നാശനഷ്ടം വരുത്തി. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ഓപ്പറേഷൻ സിന്ദൂർ ഭീകരാക്രമണത്തിനെതിരായ ഒരു മുൻകരുതൽ നടപടിയായിരുന്നുവെന്ന് പ്രസ്താവിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്.
ഈ ആക്രമണം ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയത്തിൻ്റെ തെളിവാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇങ്ങനെയാണ് പറഞ്ഞത്. നൂർഖാൻ വ്യോമത്താവളം ആക്രമിക്കപ്പെട്ട കാര്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ സമ്മതിക്കുകയാണെന്നും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ധീരതയ്ക്കും കാര്യക്ഷമതയ്ക്കുമുള്ള തെളിവാണിതെന്നും BJP ദേശീയ IT വകുപ്പ് മേധാവി അമിത് മാളവ്യ ചൂണ്ടിക്കാട്ടി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൃത്യതയും വ്യാപ്തിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിൽ വ്യക്തമാണ്. ഇന്ത്യയുടെ സൈനിക ശക്തിയും രഹസ്യാന്വേഷണ കഴിവും ഈ ആക്രമണത്തിൽ പ്രകടമാണ്. ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയുടെ വീഡിയോ Xൽ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് കുറിച്ചത്. ഇതിനിടെ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കണം. 3 യുദ്ധങ്ങൾ നടത്തിയിട്ടും ഞങ്ങൾക്കൊന്നും നേടാനായില്ല. ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണം. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സമാധാനം പുനഃസ്ഥാപിക്കാനാവില്ലെന്നും പാക് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ ഇന്ത്യ ഇതുവരെ ഈ ആഹ്വാനത്തോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ 11 വ്യോമത്താവളങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചത് അവരുടെ വ്യോമ പ്രതിരോധ ശേഷിയെ ഗണ്യമായി ബാധിച്ചിട്ടുണ്ട്. ഷെരീഫിന്റെ സമാധാന ആഹ്വാനം പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വിവാദമായി. ചില രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ നട്ടെല്ലില്ലായ്മ എന്ന് വിമർശിക്കുക പോലും ചെയ്തു. ഈ ആക്രമണം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സഹായിച്ചിട്ടുണ്ട്. UN, US, ചൈന തുടങ്ങിയവർ ഇരു രാഷ്ട്രങ്ങളോടും സംയമനം പാലിക്കാൻ ആഹ്വാനം ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ സൈനിക ശക്തിയും തന്ത്രപരമായ കഴിവും വ്യക്തമാക്കുന്ന ഒരു നടപടിയായിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഈ സമ്മതം ആക്രമണത്തിന്റെ വ്യാപ്തിയും പ്രാധാന്യവും എടുത്തു കാണിക്കുന്ന ഒന്നായി മാറുകയാണ്. കൂടുതൽ ആക്രമണങ്ങൾ ഭയന്ന് പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക ആസ്ഥാനം റാവൽപിണ്ടിയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് മാറ്റുന്നത് പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ലോകം ഇന്ത്യയുടെ സൈനിക ശക്തിയെ തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ദൗത്യത്തിൻ്റെ കൃത്യതയും കാര്യക്ഷമതയും വളരെയധികം പ്രശംസിക്കപ്പെട്ടു. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൻ്റെ ഭാവി ഷെരീഫിൻ്റെ സമാധാന ആഹ്വാനത്തിന് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ചിരിക്കും.